അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് അൽഹംദുലില്ലാ സുഖമാണ്. പിന്നെ ആമിന തൃശ്ശൂരും മല്ലിമുളകും എന്ന് പറയുന്ന ചാനലിലെ ആമിനാത്ത എന്നെ കുറിച്ചിട്ട് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ. ഞാൻ എന്ത് തെറ്റാണ് പടച്ചവനെ ചെയ്യുന്നത്. 1 വർഷമായി യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എല്ലാവരും അവരൊരു ലൈഫ് സ്റ്റോറി ചിലർ പറയും, ചിലർ പറയില്ല. കുറേ പേര് പറയണം, അത് നമുക്കറിയണം എന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതല്ല സത്യം, ഇതല്ല സത്യം, അതല്ല ഇതല്ല, ഒന്നുമല്ല സത്യം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നു പോയ ഫോൾട്ട്, പരാജയം, അത് അറിയാവുന്ന 3 പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. ആ 3 പേരിൽ ഒരാളെ പേര് ഞാൻ പറഞ്ഞുതരാം. ആമിന തൃശ്ശൂർ എന്ന് പറയുന്ന ആമിനാത്ത. നെജിലായെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഉമ്മയാണ്. ഒരു മകളെ കെട്ടിച്ച് വിട്ട ആ ഉമ്മാൻ്റെ വേദന ഞാനിന്ന് വൈകിട്ട് ആമിനാത്താനെ വിളിച്ച് പറയുമ്പോഴും ആമിനാത്ത കരയണ ഇതെൻ്റെ കൂടെ. കാരണം ഈ ഒരു വീടിന് വേണ്ടി 3500 രൂപ കൊടുക്കാൻ നിവർത്തിയില്ല. ഈ ഒരു വീടിന് വേണ്ടി ഞാനൊരു ചാനലിലും എൻ്റെ മക്കൾ യത്തീമാണ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മക്കൾക്ക് വാപ്പയില്ല. അതിൻ്റെ അർത്ഥം എന്താ? എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളിനെ ചൂണ്ടിയിട്ട് എൻ്റെ മക്കളെ ഉപ്പ ഇതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ വിളിക്കുമോ? ഇല്ല. അവർ കണ്ടു വളർന്ന ഒരാളിനെ അവർ ഉപ്പാന്ന് വിളിക്കുള്ളൂ. പക്ഷേ എൻ്റെ മക്കൾ എപ്പോഴും ഉമ്മയും ഉപ്പയും ഞാനാണ്. ഇന്നൊരു ഭൂമിയിൽ വാപ്പാന്ന് വിളിക്കാൻ ഒരു അവകാശി അവർക്കില്ല. ഇത്രയും വീഡിയോ നിങ്ങൾ ചെയ്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതാണ് എൻ്റെ മകളെന്ന് പറഞ്ഞാൽ മസ്റൂറ സമ്മതിക്കണം, ഇതാണ് എൻ്റെ വാപ്പാന്ന്. എനിക്ക് ഈ സമൂഹത്തിനോടത്ത് പറയാൻ എൻ്റെ പാപം കുറയും, അത്രയേ ഉള്ളൂ. ഇനി വാപ്പ ആരായാലും ഉമ്മ ആരായാലും പ്രസവിച്ച വയറെൻ്റെതാണ്. അതുകൊണ്ട് എന്നെ പിച്ച് ചീന്താൻ വരുന്നവരടുത്ത് ഞാൻ ഒറ്റ കാര്യമുള്ളൂ. പിന്നെ എൻ്റെ വാപ്പ അറിയാണ്ട് ഒരു വിവാഹം എൻ്റെ മോളെ ഒരു മാപ്പിളയും തിരക്കി കെട്ടിച്ചിട്ടില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ പറഞ്ഞത് കറക്റ്റുള്ള കാര്യമാണ്. എൻ്റെ വാപ്പായും ഉമ്മായും അറിയാതെ, എൻ്റെ സഹോദരങ്ങളും അറിയാതെ ഒരാളെ കൂടെ പലതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചാനലിൽ സ്ഥിരമായി റീച്ചില്ലാത്ത ചാനൽ റീച്ചിന് വേണ്ടി എൻ്റെ വീഡിയോസ് ചെയ്തു. പക്ഷേ അവരെ മോളെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യം എൻ്റെ കമൻറ്റിലൂടെ വന്നിങ്ങനെ പറയുന്നു, നെജിലാര അയൽവാസിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊരു സങ്കടത്തിൽ ഇവരുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ ഉമ്മാൻ്റെ കാട്ടിയും പ്രായമുണ്ട്, എൻ്റെ ഉമ്മയ്ക്ക് 51 വയസ്സേ ആയിട്ടുള്ളൂ പറഞ്ഞു. അപ്പോഴൊരു കാര്യമുണ്ട്, അതെടുത്ത് പബ്ലിഷിന് വേണ്ടിയിട്ട് അങ്ങിട്ട് ഞാൻ ആരെക്കുറിച്ചിട്ടും എൻ്റെ വീഡിയോയിൽ പറയുന്നില്ല. എൻ്റെ മക്കളെയും കാര്യമാണ് പറയണത്. ഞാനൊരു ആഭാസത്തരത്തിൽ നടക്കുന്നില്ല. ഒരാളെ കൂടെ നിങ്ങൾ ആരുടെങ്കിലും പറയട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെടുത്തെങ്കിലും പൈസ പിടിച്ചു മേടിച്ചിട്ടുണ്ടാകുന്നു. പടച്ച സത്യം, അള്ളാഹുവിനറിയാം. എന്നെ സഹായിച്ച എല്ലാവരും എന്നെ കോണ്ടാക്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാമോ? വാട്സപ്പിൽ എനിക്ക് ചാനലിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞ ആൾക്കാരാണ്. കാരണം എൻ്റെ മക്കളെ അവസ്ഥകൾ ഒരുപാട് നിങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ ലൈഫ് സ്റ്റോറി നിങ്ങൾ പറയുന്നതൊന്നും അല്ല എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞ അറിവുള്ള ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം തൊട്ട് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇത്രയും നാൾ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടില്ല. കുക്കിങ്ങും കാര്യം അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പാത്രങ്ങളില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം അടുപ്പ് സെറ്റാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തിട്ട് ഒരു കാര്യം പറയണേ, എൻ്റെ നഷ്ടപ്പെട്ട ലൈഫ് ഈ പറയുന്നവർക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഈ ഭൂമിയിൽ മക്കൾക്ക് ഉമ്മയും ഉപ്പയും ഉണ്ടാവണേ എന്നാണ് എൻ്റെ ദുആ. കാരണം ഒരു പെണ്ണ് കൂട്ടിയാൽ കൂടില്ല ഒന്നും. പക്ഷേ എൻ്റെ മക്കൾക്ക് തന്തയായിട്ട് പകരം വയ്ക്കാൻ ഒരാളും ഇനി വേണ്ട. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് എനിക്ക് 3 മക്കളെ റബ്ബ് ജന്മം നൽകി. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും പറയും എൻ്റെ കൈകൾ സുരക്ഷിതമാണ് എന്ന്. എൻ്റെ റബ്ബറിയാതെ എനിക്കൊന്നും വരുത്തൂല. എൻ്റെ റബ്ബ് ജനിച്ചത് തൊട്ട് മരിക്കുന്നത് വരെ എഴുതിയിട്ടാണ് എന്നെ വിടുന്നത്. പക്ഷെ എനിക്ക് ഈ വീടിന് വേണ്ടി എൻ്റെ ബന്ധുക്കൾ സഹായിച്ചു ഒരുപാട്. എൻ്റെ ബന്ധുക്കളൊക്കെ ജീവിച്ചിരിപ്പോണ്ട്, ആരും ഒന്നും പോയിട്ടില്ല. എൻ്റെ ഉമ്മാക്കൂട്ടർ ഫുള്ള്, ഉപ്പാക്കൂട്ടർ ഫുള്ള്, നാട്ടുകാർ ഫുള്ള്. എന്നിട്ടും ഒരു വീട്, നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ സാധനങ്ങളെ വില. എന്നിട്ടാണ് ഞാൻ ബാക്കി സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഈ കുറ്റിയടിപ്പ് തൊട്ട് ഈ വീടിൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്. തറ കിളച്ചത് തൊട്ട്, JCBക്ക് വന്ന് കിളച്ചത് തൊട്ട്. അപ്പോഴ് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ എടുത്തൊരു നിങ്ങളൊരു കാര്യം ചെയ്യുക. നെജിലാൻ്റെ ചാനലിനെയും കുറിച്ച് അറിയണമെങ്കിൽ ഈ ജമാഅത്തിൽ വരിക.
അല്ലെങ്കിൽ ഈ ജമാഅത്തിൻ്റെ കീഴിൽ വരിക, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഇവിടെ ഇരിപ്പുണ്ട് വരിക. അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും പറയണ കേട്ടിട്ട് റീച്ചില്ലാത്ത ചാനൽ അത് പറയുമ്പോൾ ഓടിച്ചെന്നിട്ട് അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോസിലൊക്കെ എനിക്ക് ഫുള്ള് കട്ടയ്ക്ക് സപ്പോർട്ടാണ്. കാരണം എന്താ പറയുമോ, ഞാൻ ഒറ്റയ്ക്ക് പൊരുതി എൻ്റെ റബ്ബ് മാത്രമേ എൻ്റെ കൂടെ, എൻ്റെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങൾ മാത്രമേ എൻ്റെ കൂടെ ചേർത്ത് എന്നെ നിർത്തിയിട്ടുള്ളൂ. ആര് സമൂഹം എന്നെ എന്ത് പറഞ്ഞാലും എൻ്റെ റബ്ബ് മേലെന്ന് എഴുതിയിട്ടാണ് എന്നെ വിടുന്നത്. എൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ റബ്ബ് ഭക്ഷണവും വസ്ത്രവും നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആര് തടഞ്ഞാലും എത്തും. എൻ്റെ മക്കൾക്ക് ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുന്നില്ല. ഒരൊറ്റ കേക്ക് മേടിച്ച് മുറിച്ച്, പിന്നെ എൻ്റെ മക്കൾക്ക് അൽഹംദുലില്ലാഹ് എനിക്കും കയറിക്കിടക്കാർ വീടായി. ഇതിൻ്റെ മേക്കിൽ നിന്നിറങ്ങിയ 2 പണ്ഡിതന്മാരുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന. ഈ വീടിന് വേണ്ടി ഇറങ്ങി വീട് പണി ചെയ്ത അദ്ദേഹത്തിൻ്റെ കാര്യം എല്ലാവരും സപ്പോർട്ടും കൊണ്ടിട്ട് നമ്മുടെ വീട് ആത്മാർത്ഥതയിൽ ഇവിടം വരെ എത്തി. ആ വീട്ടിലിരുന്നിട്ട് ഞാൻ പറയാണ്, എൻ്റെ റബ്ബ് പല കരങ്ങളാൽ തന്ന വീടാണ് എൻ്റെ ദുഃഖത്തിന്. അൽഹംദുലില്ലാ റബ്ബിനെ സ്തുതിച്ചിട്ട് 1000 തവണ റബ്ബിനെ സ്തുതിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്നെ എങ്ങനെ ഇനി പിച്ച് ചീന്തിയാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉമ്മയും ഉപ്പയ്ക്ക് എനിക്ക് എന്നെ അറിയും. എന്നെ ഈ ഭൂമിയിൽ ജനിച്ച എൻ്റെ ഉമ്മയും ഉപ്പയെ പറയണം, അവൾ അഴിക്കണമെന്ന് പറയണം. എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്, എൻ്റെ സഹോദരങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ നാത്തും ഞാൻ താത്താന്ന് അന്ന് വിളിച്ചിട്ടുള്ളതാണ്. ഇന്ന് വരെയും ഒരു വാക്ക് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടോ ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാത്തത് അവർക്കിഷ്ടം ഉണ്ടെങ്കിലേ ഒരാളിനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരും എൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന്. അപ്പോഴേ ഞാൻ ഹാപ്പിയാണ്. അൽഹംദുലില്ലാ എൻ്റെ മക്കൾ അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്കെതിരെ ആരെന്ത് വീഡിയോ ഇട്ടാലും എൻ്റെ ഉമ്മോ കാണരുതേ എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഉമ്മ കരഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. നിസ്കാരപ്പായെന്ന് എൻ്റെ ഉമ്മക്ക് യൂട്യൂബ് ചാനൽ ഉപയോഗിക്കാൻ അറിയില്ല. ഞാനെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചവരാണ് നമുക്ക് തിരിച്ചിട്ട് വീഡിയോ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാത്രി മുഴുവൻ നിസ്കരിച്ചിട്ട് തൻ്റെ അയൽവാസിയെ ദ്രോഹിക്കുന്നവളാണെങ്കിൽ അവൾ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ നബിയെ പിൻപറ്റുന്നവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മൾ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഏതു മനുഷ്യനെന്ന വിഭാഗത്തിനെ വേദനിപ്പിക്കരുത്, ഒരാളിൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഉള്ള സമയം അള്ളാഹുവിന് വേണ്ടി നല്ലൊരു മാസങ്ങളിൽ ഇൽമ് ചെയ്യുക. എൻ്റെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നു, എനിക്ക് വീടായി വസ്ത്രമായി, ബാക്കി മക്കളെ ചേർത്ത് പിടിക്കാൻ ദുആക്കളായി. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. എൻ്റെ വയസ്സായ ഉമ്മയും ഉപ്പയും ഇത്രയും കാലം ഒരു ജോലിക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു 3-4 വർഷം കാലം കൊണ്ടാണ് എൻ്റെ ഉമ്മയും ഉപ്പയും ജോലിക്ക് ഇറങ്ങുന്നത്. എൻ്റെ വാപ്പ ഈ രോഗത്തിന് മൂർച്ഛിച്ച ഘട്ടത്തിലും ഞാനും എൻ്റെ ഉപ്പാക്ക് ആയുസ് കൊടുക്കണേ റഹ്മാനേന്നേ ഞാൻ ദുആ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഉപ്പാനെ എനിക്ക് വേണം. കാരണം എന്തെന്നറിയാമോ, അള്ളാഹുവേ നീ ആയുസ് നീട്ടി കൊടുക്കണം. എൻ്റെ മക്കൾക്ക് ഒരു ഉപ്പയില്ലാത്ത മക്കളാണ്. ആ ഉപ്പാൻ്റെ കൂടെയുള്ള സ്നേഹങ്ങൾ കാണണം. ഉപ്പാക്ക് 4 ചെറുമക്കളുണ്ട്. ആ 4 ചെറുമക്കളും ഒന്നിനൊന്ന് സ്നേഹമാണ്. എന്നാൽ എൻ്റെ മസ്റൂറ മോൾ ഉപ്പാന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുമ്പോഴും എനിക്ക് എൻ്റെ മക്കൾക്ക് അങ്ങനെ വിളിക്കുക ഒരാളുണ്ടല്ലോ എന്നാണ് ഉണ്ടാകുക. ഞാൻ വാപ്പാന്ന് വിളിക്കും, എൻ്റെ മക്കൾ ഉപ്പാന്ന് വിളിക്കും. ഇതൊക്കെയാണ് മക്കളെ ജീവിതം. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യവും തരൂല. ഞാൻ നിങ്ങളടുത്ത് ആരടുത്ത് നിർബന്ധിച്ചിട്ട് എനിക്ക് സഹായിക്കാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീടിന് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ നിവർത്തിയില്ലായിരുന്നു. മക്കളെ പൂട്ടിയിട്ടിട്ട് പോണ ഒരവസ്ഥയായിരുന്നു. ഞാൻ ലാസ്റ്റ് എൻ്റെ ബന്ധുക്കളടുത്ത് ആരടുത്തും ഞാൻ കൈ നീട്ടിയിട്ടില്ല. പറഞ്ഞു എൻ്റെ ഉമ്മച്ചിയുമായി അന്നൊരു പെരുന്നാളിന് ഇനി എനിക്ക് എല്ലാവരും കൂടെ ചേർന്നൊരു വീട് വെച്ച് തരണം. കുറച്ച് സ്വർണ്ണങ്ങളുണ്ടായിരുന്നു, വിറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് പൈസ എൻ്റെ ഇക്കാമാരെല്ലാം സഹായിച്ചു. അവരെല്ലാം ഇപ്പോഴും എൻ്റെ കൂടെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാമോ? കാരണം എന്തെന്നറിയാമോ, ഒരു മകള് വളർന്നു വരുന്നു, 2 ആൺമക്കൾ വളർന്നു വരുന്നു. ഇനി എനിക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ CBSE സ്കൂളിൽ അത് നിങ്ങൾ ആരും നോക്കണ്ട. അവർക്ക് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കട്ട സപ്പോർട്ടുള്ള സ്കൂളാണ്. നമ്മളെ ഇവിടെയുള്ള പിന്നോട്ടുകാർക്കുള്ള സ്കൂളാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്ങന്മാരെ സ്കൂളാണ്.
എൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമുണ്ട്. എന്നെ പിച്ച് ചീന്താൻ വരുന്ന ജനങ്ങളോടത്തോട് എൻ്റെ അടുത്ത് ഒരൊറ്റ കാര്യമേ പറയുള്ളൂ, തവക്കൽത്തു അലല്ലാഹ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ മക്കളെ, ഇതിൽ കൂടുതൽ പറയാനില്ല. ഒരു പെണ്ണ് ക്ഷമിക്കുന്നതും ഒരു പെണ്ണ് പൊരുതുന്നതും അത്രേ പറ്റൂ. ആരെങ്കിലും എൻ്റെ മുമ്പ് കണ്ണീര് വന്നിട്ട് നിന്നാൽ എനിക്ക് തള്ളയിക്കളയാൻ പറ്റൂല, എനിക്ക് വന്ന വഴി മറക്കാൻ പറ്റൂല. എങ്ങനെയെങ്കിലും മക്കൾക്ക് 2 കറി ഒപ്പിക്കുന്ന പാടെ എനിക്കറിയുള്ളൂ. എനിക്ക് അടുക്കളപ്പണി പൂർത്തിയാക്കി അതിൽ വേവിച്ച് ഇൻഷാ അല്ലാ എൻ്റെ സമൂഹത്തിന് മൊത്തം, എൻ്റെ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാൻ എങ്ങനെയാണ് മസ്റൂറ ഫാത്തിമ. എന്നെ പിച്ച് ചീന്തരുത്. ഭൂമിയിൽ ഞാൻ മക്കളെ ഒന്ന് വളർത്തിയെടുത്തോട്ടെ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി എനിക്ക് മഹ്ശറയിൽ ഒരു മകൻ എന്നെ കാത്തു നിൽപ്പുണ്ട്. എൻ്റെ പൊന്നു മകൻ മുഹമ്മദ് റയ്യാൻ. നിങ്ങൾ എന്ത് പേരാണ് വീട്ടിനിട്ടേന്ന് ചോദിച്ചില്ലേ? റയ്യാൻ മൻസിലാണ് എൻ്റെ വീട്ടിൻ്റെ പേര്. എന്തെന്നറിയാമോ? എൻ്റെ മകൻ ഈ ഭൂമിയിൽ കൊണ്ട് ഇനി എത്ര വർഷക്കാലം ഈ ഭൂമിയിൽ ഈ വീടിരിക്കാൻ വിധിയുണ്ടെങ്കിലും എൻ്റെ മകൻ്റെ പേരാണ് മുഹമ്മദ് റയ്യാൻ. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ അറിയാൻ വയ്യാത്ത പ്രായത്തിൽ പ്രസവിച്ച് മകനെ ജന്മം നൽകി ഇവിടം വരെ എത്തി. ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് വന്ന് പറയുന്നതുകൊണ്ട് യാതൊരു സങ്കടങ്ങളുമില്ല. പക്ഷേ ഞാൻ മറന്ന കാര്യങ്ങളാണ്, ഞാൻ വർഷങ്ങളോളം അനുഭവിച്ച് മറന്ന കാര്യങ്ങളാണ്. എന്തിൻ്റെ പേരിൽ റബ്ബ് എന്നെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അള്ളാൻ്റെ വിധിയാണ്. എൻ്റെ റബ്ബാണ് എനിക്ക് തന്നത്, ഞാനത് ഏറ്റെടുത്തേ പറ്റൂ. അതുകൊണ്ട് ഒരു സ്ത്രീയെ പിച്ച് ചീന്തുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെന്നെ ചീന്തിയാലും 1000 പേരെന്നെ ചേർത്ത് പിടിക്കാനുണ്ട്. എൻ്റെ ഉമ്മമാരുണ്ട്, ഞാൻ വിളിക്കണ ഉമ്മമാർക്ക് കണക്കില്ല. നിങ്ങൾക്കറിയാമോ? സഹോദരങ്ങളുണ്ട്. സൗദി അറേബ്യ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും നിനക്ക് എന്തുണ്ടെങ്കിലും പറ മോളെ എന്നാണ് പറയണം. വീടിന് വേണ്ടി മാത്രമേ ഞാൻ നിങ്ങളെ മുമ്പ് കൈ നീട്ടിയിട്ടുള്ളൂ, അല്ലാതെ എൻ്റെ മോളെ പഠിപ്പിക്കാൻ ഞാൻ ചോദിച്ചിട്ടില്ല. പട്ടിണിയുടെ അവസ്ഥ വന്നപ്പോഴത്തേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്, അന്ന് എനിക്ക് യൂട്യൂബ് ചാനലിൽ കുറച്ച് പേരേ ഉള്ളൂ, ചോദിച്ചു, എൻ്റെ മക്കൾക്ക് തന്നു. അത് ഞാനും എൻ്റെ മക്കൾ യത്തീമാണെന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരൊറ്റൊരാളെ എൻ്റെ മക്കൾക്ക് ഉപ്പയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ മകള്, എൻ്റെ 2 മക്കൾ എനിക്ക് അള്ളാഹു തന്നതാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങളിനി എന്ത് ബാഡ് കമൻറ്റ് പറഞ്ഞിട്ടാലും എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ ഉമ്മമാരുണ്ട്. 10 ഉമ്മമാരും ദുആ മതി എനിക്ക്, അത്രേ പറയുള്ളൂ. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ടിട്ട് എനിക്ക് എൻ്റെ മക്കൾക്കും ഈ വീട്ടിൽ കഴിയാൻ അള്ളാഹു തൗഫീക്ക് നൽകി. ഇത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വയ്യ, എൻ്റെ മനസ്സ് വേദനിക്കുന്നത്. പിച്ചാത്തിക്ക് കുത്തി മുറിച്ചാൽ അത്രയേ ഉള്ളൂ, നാവിൻ്റെ മൂർച്ച അത് അതികഠിനം. അല്ലാ, ഇത്രയൊക്കെ പറയാനുള്ളൂ മക്കളെ. ഒരു പെണ്ണിനും ഇതുപോലത്തെ അവസ്ഥ വരരുത്, ഒരു ഉമ്മമാർക്കും വരരുത്, ഒരു ഉപ്പമാർക്കും വരരുത്. സ്വന്തം മകളെ കെട്ടിക്കുമ്പം ഞാനൊക്കെ ഇന്നത്തെ സമൂഹത്തിലെ പെൺപിള്ളേർ ആത്മഹത്യ ചെയ്യുമ്പം അള്ളാൻ്റെ വിധിയാണത്. ചെയ്യുമ്പം ഞാൻ ഇരുന്ന് ആലോചിക്കും, ഞാൻ എത്ര വട്ടം അത് ചെയ്യണം. എൻ്റെ മക്കൾ കിടക്കുന്നതുകൊണ്ട് അന്ന് ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് പറ്റി, സഹിക്കാനും. അതുകൊണ്ട് എത്ര ഇനി എൻ്റെ അള്ള എന്നെ കൈവിടൂല, എൻ്റെ അള്ള എന്നെ എനിക്കുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ആർക്കും ഒരു അനാവശ്യ മെസ്സേജ് അയച്ചിട്ടില്ല, അനാവശ്യമായിട്ട് വിളിച്ചിട്ടില്ല. എൻ്റെ ഇത്താമാരെന്നെ വിളിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.